ഇടുക്കി ചെല്ലാർ കോവിൽമെട്ടിൽ ഏലത്തോട്ടത്തിലെ കുഴിയിൽ നിന്ന് വനംവകുപ്പ് പിടികൂടിയ കടുവയെ പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ടു. ഗവിക്ക് സമീപമുള്ള പാണ്ഡ്യൻതോട് എന്ന ഭാഗത്താണ് ഇന്നലെ രാത്രി കടുവയെ തുറന്നുവിട്ടത്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, യഥാർത്ഥത്തിൽ കടുവ കുഴപ്പമൊന്നുമില്ലാതെ കാട് കയറി പോയോ? സാന്നിധ്യം കുറവുള്ള പ്രദേശം തെരഞ്ഞെടുത്തുകൊണ്ടാണ് വനംവകുപ്പ് ഈ കടുവയും ഈ പാണ്ഡ്യൻതോട് മേഖലയിൽ, ഗവിക്കടുത്തുള്ള പാണ്ഡ്യൻതോട് മേഖലയിൽ ഇന്നലെ രാത്രി തുറന്നുവിട്ടത്. ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് ഈ കടുവ ചെല്ലാർകോവിൽ മെട്ടിലെ ഏലത്തോട്ടത്തിലുള്ള കുഴിയിൽ അകപ്പെട്ടത്. പിന്നീട് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൊടുവിനാണ് ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി പെരിയാർ കടുവാ സങ്കേതത്തിൽ എത്തിച്ച് അവിടെ ഈ കടുവയ്ക്ക് വേണ്ട ചികിത്സയൊക്കെ നൽകുകയും ചെയ്തിരുന്നു. ഈ കടുവയുടെ മുഖത്തൊരു മുള്ളൻ പന്നിയുടെ മുള്ളുണ്ടായിരുന്നു, അതുൾപ്പെടെ മാറ്റിയും ചികിത്സ നൽകുകയും ചെയ്തു. മാത്രമല്ല ഈ കടുവയ്ക്കൊപ്പം കുഴിയിലൊരു നായയും ഉണ്ടായിരുന്ന കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ റാബീസ് വാക്സിൻ ഉൾപ്പെടെ നൽകിയതിനു ശേഷം മാത്രമാണ് കടുവയെ തുറന്നുവിട്ടത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കടുവ പൂർണ്ണമായും മയക്കത്തിൽ നിന്ന് വിട്ടുമാറുകയും ചെയ്തിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. തമിഴ്നാട് വനമേഖലയിൽ നിന്നാണ് ഈ കേരള അതിർത്തിയിലുള്ള ഏലത്തോട്ടത്തിലെ കുഴിയിൽ ഈ കടുവ വന്ന് വീണത് എന്നുള്ളതാണ് വനംവകുപ്പ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. വനംവകുപ്പിന്റെ കേരള ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ ഇല്ലാത്ത കടുവയാണ് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ യാതൊരു പ്രശ്നവുമില്ലാതെ ഈ ഗവിയിലെ പാണ്ഡ്യൻതോട് മേഖലയിലൂടെ കടുവ സഞ്ചരിക്കുന്നുണ്ട്. അത് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷം ഈ കടുവയെ തുറന്നുവിട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. SK